Good morning, all. Good morning, ma'am. One minute, voice കുറവാണ്. Good morning. Good morning, ma'am. ക്ലാസ്സിന്റെ ക്ലാസ് Good morning, ma'am. ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ. ഞാനാണ് ഇന്ന് എടുക്കുന്നത്. മിസ്സിന് കുറച്ച് ചെറിയ ഹെൽത്ത് ഇഷ്യൂ, അതുകൊണ്ട് മിസ്സിന്റെ ക്ലാസ് ഞാനാണ് എടുക്കുന്നത്. സോ ഇത്രയും ടൈം ആവാറുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ മൺഡേ ആയതുകൊണ്ടാണ് മിസ്സേ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. എന്ത് പറ്റി? ഒത്തിരി നേരമായല്ലോ ലേറ്റ് ആയിട്ടുള്ള എല്ലാവരും ജോയിൻ ചെയ്തേ. ഓക്കെ, പ്രയർ പറഞ്ഞു കേട്ടോ. പ്രയർ ആരാ പറയുന്നേ? ശ്രുതി, ഞാൻ പറയുന്നത് കേൾക്കാവോ? Yes, ma'am. Eka, ma'am. ഓക്കെ, പ്രയർ പറഞ്ഞു കേട്ടോ. Okay, ma'am. Heavenly Father, thank you for the gift of education. As I prepare for my studies, I ask for your strength and focus. Help me to stay motivated, overcome distractions, and persevere through challenges. May my efforts be fruitful and may I always strive to learn and grow. Thank you all. Thank you, ma'am. Good morning, all. It's a true pleasure to welcome you all here today. I welcome our Aparna ma'am to the session. Welcome, ma'am. And I welcome you all to the session. Ready to engage. Have a great day. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നു അല്ലേ? അതില് ക്ലാസസ് ഓഫ് ഡീവിയേഷൻ വരെ പറഞ്ഞു. അസീന മ്യൂട്ട് ആവോടാ? ക്ലാസസ് ഓഫ് ഡീവിയേഷൻ വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. ടൈപ്പ് ഓഫ് ഡീവിയേഷൻ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. എങ്ങനെയാണ് ഡീവിയേറ്റഡ് ചൈൽഡിനെ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുന്നത് എന്നുള്ളത്. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. സം ഓഫ് ദ ഡീവിയേഷൻ മോണ്ടിസോറി ഡിസ്ക്രൈബ് ആർ സീൻ ഇൻ ഡിഫറെന്റ് ഫോം ഇൻ ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡീവിയേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടൊക്കെ നോക്കിയിരുന്നു. Still others are akin to just one type. ഒരു ടൈപ്പിൽ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു ടൈപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. The children with deviated characteristics become caught in their environment. സപ്പോസ് നമ്മളൊരു കുട്ടി ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് വിചാരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ക്വയറ്റ് ആയിരിക്കും. അധികം സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, കുറച്ചും കൂടി ക്വയറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ എൻവയോൺമെന്റ് നിങ്ങൾക്ക് അറിയാലോ. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രാക്ടിക്കൽ മെറ്റീരിയൽസും നമ്മുടെ മെറ്റീരിയൽസും എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം കുട്ടികളെ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. സോ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ കുറച്ചും കൂടി അവിടെ എന്താവും, കുറച്ചും കൂടി ക്വയറ്റ് ആവും. ദെൻ ആദ്യം ചിലപ്പോൾ അവർ നമ്മൾ വർക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യണമെന്നില്ല, ആദ്യം അവർ വർക്ക് ചെയ്യാൻ തുടങ്ങണമെന്നില്ല. പക്ഷെ നമ്മൾ അവരെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നതിലൂടെ അവര് വർക്ക് ചെയ്യാനായിട്ട് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്താ പറയാ കൺട്രോൾ ഓഫ് മൂവ്മെന്റ്സ് ഒന്നും കിട്ടണമെന്നില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ ആ വർക്ക് റിപ്പീറ്റ്ലി ചെയ്യും അല്ലെ, വീണ്ടും വീണ്ടും ചെയ്യും. ഒരു വർക്ക് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുട്ടികൾ തന്നെ സ്വയം എന്ത് ചെയ്യും, ആ വർക്ക് ചെയ്യും, റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. കാരണം ഇപ്പൊ മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കും, ഒരു വർക്ക് ചെയ്തപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റി. സോ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് വീണ്ടും അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മള് മോണ്ടിസോറി ഡോക്ടർ മോണ്ടിസോറിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഹെയർ ഒബ്സർവേഷൻസ് നോക്കി.
അതില് കോൺസെൻട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കുട്ടി അവന് എറർ ഓഫ് കൺട്രോൾ തന്നെയാണ്. നോബിളുടെ സിലിണ്ടർ യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി അവൻ എത്ര ടൈംസ് ആ വർക്ക് ചെയ്തു എന്നാണ് മോണ്ടിസോറി കൗണ്ട് ചെയ്തത്. 42 ടൈംസ്. സോ അപ്പൊ ഈ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ അവർക്ക് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂടും അല്ലെ. വർക്ക് ചെയ്യുന്നതിലൂടെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ അവരിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ഡീവിയേഷൻസ് എല്ലാം ഡിസപ്പിയർ ആവും. അവര് മോണ്ടിസോറി എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് മുമ്പുണ്ടായിരുന്നിട്ടുള്ള എല്ലാ ഡീവിയേഷനും മാറി അവര് ആരായിട്ട് മാറും, നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഈ നോർമൽ ചൈൽഡിന് അല്ലെങ്കിൽ നോർമൽ ചിൽഡ്രൻസിന് കണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു അല്ലേ. ലവ് ഓഫ് ഓർഡർ, love of discipline, concentration, attachment to reality, love of silence, independence and initiative, self-control, obedience, mutual help, and എന്താ പറയാ മോറൽ ഹെൽപ്പ് ഒക്കെ ഈ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ആദ്യം ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവൻ നോർമൽ ചൈൽഡ് ആവണമെന്ന് നിർബന്ധമില്ല. അവൻ ഡീവിയേറ്റഡ് ചൈൽഡ് ആണെങ്കിൽ അവൻ ഈ മെറ്റീരിയൽസ് ആയിട്ട് കോൺടാക്റ്റിൽ വരുന്നത് മുതൽ അവന്റെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ആ മാറ്റങ്ങളിലൂടെ അവന്റെ എല്ലാ ഡീവിയേഷനും ഡിസപ്പിയർ ആവുകയും അവൻ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്ന കുട്ടീനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആണ്. നമ്മൾ അങ്ങനെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പറയുന്ന പേര് എന്താണ്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി പറയും, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ രണ്ട് പേരിലാണ് നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ അറിയുന്നത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള പോർഷൻ തന്നെയാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസിനെ കുറിച്ചിട്ട്. ഓക്കെ, നമുക്കൊന്ന് റീഡ് ചെയ്താലോ? അതിലൊരാളൊന്ന് റീഡ് ചെയ്യോ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ? Types of deviation. ഓക്കെ, അത് സഞ്ജന റീഡ് ചെയ്ത് നെക്സ്റ്റ് പോയിന്റ് ലവ്ലി പറയാം. Types of deviation. Some of the deviation Montessori described are seen in different forms in different types, naughty, weak, and bright, of children. Whilst others are unique to just one type. Children with deviated characteristics become quiet in the prepared environment since they start working on the practical materials. Children attain control over their movement and they attain power over themselves. With increased concentration, all negative traits found in children before they come in contact with the prepared environment will disappear. They develop powers of self-control and obedience. They offer mutual help and provide moral help to their peers. They are able to work in harmony. They are referred to as new children and can be referred to as normalized. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ഒരുപാട് ടൈപ്സ് ഡീവിയേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആയിരുന്നു. ഏതെല്ലാം? നോട്ടി, ബ്രൈറ്റ്, വീക്ക് ചിൽഡ്രൻസ്. ഇത് ഓരോന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിന്റെ. ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടി ക്വയറ്റ് ആയിരിക്കും, കുറച്ചും കൂടി സൈലന്റ് ആയിരിക്കും. ദെൻ ചിൽഡ്രൻസ് ഈ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ ആദ്യം ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവരിൽ എന്താണ്, അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അവർക്ക് എന്താ പറയുക, കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അതിലൂടെ അവരുടെ നെഗറ്റീവ് ത്രെഡ്സുകൾ അല്ലെങ്കിൽ ഡീവിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിസപ്പിയർ ആകുന്നു. അതിലൂടെ അവർക്ക് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്, സെൽഫ് കോൺഫിഡൻസ്, മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ് ഒക്കെ അവര് ഡെവലപ്പ് ചെയ്യുന്നു. മ്യൂച്വൽ ഹെൽപ്പ് എന്ന് വെച്ചാൽ പരസ്പരമുള്ള സഹായം. മോറൽ ഹെൽപ്പും സഹായം തന്നെയാണ്. അവരുടെ പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണം.
they are able to work in harmony. എന്ന് വെച്ചാൽ നല്ല ഐക്യത്തോടു കൂടി നല്ല ഹാർമണിയോട് കൂടി മോണ്ടിസോറി എൻവയോൺമെന്റ് വർക്ക് ചെയ്യാനായിട്ട് അവര് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് they are refers to new children. സാധാരണയായിട്ട് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്നാ പറയുന്നത്. and can be refers to normalized. ഈ കുട്ടികളെയാണ് നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പയക്കണം കേട്ടോ. കഴിഞ്ഞോ? ക്ലിയർ ആയോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ഡിഫറെന്റ് ക്ലാസ്സസ് നോക്കി ഈ ഡിഫറെന്റ് ക്ലാസ്സിന്റെ ഉള്ളിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതില് 7 ടൈപ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം വരുന്നത് സൈക്കിക് ഫ്യൂഗ് ആണ്. എന്താണ് പേര്? സൈക്കിക് ഫ്യൂഗ്. പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞ് റിപ്പീറ്റ്ലി പറയുന്നതിലൂടെ നമുക്ക് കിട്ടുള്ളൂ സൈക്കിക് ഫ്യൂഗ്. ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ് ഈ ഒരു സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ മനസ്സ് ഇങ്ങനെ പറന്ന് നടക്കും, നൂല് വെട്ടിയ പട്ടം പോലെയാണ് മനസ്സെന്നൊക്കെ പറയില്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? നൂല് വെട്ടിയ പട്ടം പോലെ ഇങ്ങനെ മനസ്സിങ്ങനെ പറന്ന് നടക്കുക എന്നൊക്കെ. ഇതാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരവസ്ഥ. നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സ് നമ്മുടെ കൈ എന്താ പറയാ, നമ്മുടെ മനസ്സ് നമ്മളുടെ ഒപ്പം ഇല്ല, അല്ലെങ്കിൽ നമ്മള് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റെന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ ഒരു സൈക്കിക് ഫ്യൂഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, കുട്ടി റിയൽ വേൾഡിൽ അവനെന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോ അത് അവന് സാധിച്ചു കിട്ടാതെ വരുമ്പോ അവൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവൻ റിഫ്യൂസ് ചെയ്യും. അത് റിയൽ വേൾഡ് എന്ത് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് അവന്റെ മനസ്സിൽ അവന്റെ ഫാന്റസി വേൾഡിലേക്ക് അവൻ പോകും. അവന്റെ ഫാന്റസി വേൾഡിൽ അവന് റിയൽ വേൾഡിൽ കിട്ടാത്ത എല്ലാ പരിഗണനകളും ഫാന്റസി വേൾഡിൽ അവന് കിട്ടുന്നതായിട്ടും, ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാനായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോ അവർക്ക് റിയൽ എൻവയോൺമെന്റിനേക്കാളും കൂടുതൽ മോർ പ്രിഫറബിൾ എന്ന് പറയുന്നത് ഫാന്റസി ആയിട്ടുള്ള വേൾഡ് ആണ്. അവന്റേതായ ഒരു ലോകം അവൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു എൻവയോൺമെന്റിൽ അവനായിരിക്കും ഒരു കൂടുതലായിട്ട് അറ്റൻഷൻ കിട്ടുന്ന ഒരു കുട്ടി. എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലാണ് ആ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ലോകം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലോകത്തില് അവന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിട്ട്, അവന് റിയൽ വേൾഡിൽ കിട്ടുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ അവന് അനുഭവിക്കുന്ന റിജക്ഷനും കാര്യങ്ങളും ഒന്നും അവരുടെ ഫാന്റസി വേൾഡിൽ ഉണ്ടാവില്ല. അവരുടെ ഫാന്റസി വേൾഡിലായിരിക്കും അവന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ വേൾഡിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫാന്റസി വേൾഡ് ആയിരിക്കും. അത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഫാന്റസി വേൾഡിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവൻ പറയും ഫാന്റസി വേൾഡില് കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ മിങ്കിൾ ചെയ്ത് പറയും. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ.
എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഞാൻ ഒരു കുട്ടി അധികം വേറെ പ്രശ്നമൊന്നുമില്ല, അവൻ പഠിക്കുകയൊക്കെ ചെയ്യും, നല്ല കുട്ടിയാണ്, കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ചോക്ലേറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും കുഞ്ഞൂട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ചോക്ലേറ്റ് കൂടി വാങ്ങിക്കും. അത് നോർമലല്ലേ, കുട്ടികള് അനിയന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന നോർമൽ, ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. അതേപോലെ എന്ത് പറയുമ്പോഴും അവൻ ഈ കുഞ്ഞൂട്ടൻ എന്ന് എപ്പോഴും പറയും. വീട്ടിൽ പോയിട്ട് ആരോടൊപ്പം കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞൂട്ടന്റെ ഒപ്പം കളിക്കാം, കുഞ്ഞൂട്ടന് അവനെ വിചാരിച്ചെന്താണ് അനിയനായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോ ഒരു ദിവസം കുറെ നാൾ ഇങ്ങനെ നടന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അവൻ കുഞ്ഞൂട്ടന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു കുഞ്ഞൂട്ടൻ എത്ര വയസ്സായി ചോദിച്ചു കുഞ്ഞൂട്ടന്. അപ്പൊ അമ്മ പറഞ്ഞത് കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് അവന്റെ പാവയാണ്, ടോയ് പാവയാണ്, അതിനെയാണ് അവൻ കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത്. അവൻ കൂടുതലും ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ടൈമും ഈ പാവക്കുട്ടിനെ വെച്ച് കളിക്കുകയാണ്. അവൻ ഉറങ്ങുമ്പോഴും ആ പാവക്കുട്ടിനെ തന്നെ കൂടെ കടത്തും. അവൻ ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന കുറച്ച് സമയം മാത്രമാണ് മിസ് ആ ഒരു ടോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന, അല്ലാത്ത സമയത്തൊക്കെ അവൻ ആ പാവക്കുട്ടിയുടെ ഒപ്പം തന്നെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. കാരണം എന്താണ്, അവന്റെ മനസ്സിൽ അവൻ ആ ഒരു ഫാന്റസി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവന് ഡിഫറൻസ് പറയാൻ പറ്റുന്നില്ല. അത് ഫാന്റസി ആണ്, ഇത് റിയാലിറ്റി ഫാന്റസിയും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജും പോയി കഴിഞ്ഞു. അവന്റെ ലൈഫിനോട് അതൊരു പാർട്ടായിട്ട് മാറി. സോ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളും വീട്ടിൽ ചെന്നിട്ട് കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ കുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ടൈം ഉണ്ടാവില്ല. കാരണം അപ്പൊ അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ എന്തെങ്കിലും വീട്ടിൽ ചെന്നിട്ട് കുട്ടീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരാൾ പഠിച്ചുകൊണ്ട് വരും. അപ്പോ അവനും ആ ഒരു ഫാന്റസി വേൾഡ് തമ്മിൽ നമുക്ക് അകത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൽ നിന്ന് അവനെ വിടിയിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. അവന്റെ മനസ്സിൽ അവനൊരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഡ്രീം ലൈക്ക് വേൾഡില് അവനായിരിക്കും സെന്റർ എന്ന് പറയുന്നത്. അവനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവന് റിയൽ വേൾഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവനെ റിഫ്യൂസ് ചെയ്യുന്നത്, ആ എല്ലാ കാര്യങ്ങളും അവൻ ആ ഫാന്റസി വേൾഡിൽ കിട്ടുന്നതായിട്ട് അവൻ എന്ത് ചെയ്യും, എക്സ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ അവൻ അത് ക്രിയേറ്റ് ചെയ്യും, മൈൻഡിൽ അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് സൈക്കിക് ഫ്യൂഗ് എന്നുള്ളത്. Fugue comes from the Italian word for run away, a fight of mind. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം ലൈക്ക് സ്റ്റേജ്, മനസ്സ് പറന്ന് നടക്കുന്നു എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. നമ്മൾ മലയാളത്തിൽ അത് പറയുകയാണെങ്കിൽ എന്താ പറയുക, നൂല് പൊട്ടിയ പട്ടം പോലെയാണ് മനസ്സ്. When the child's mind sees inheritance, തടസ്സങ്ങൾ എന്നാണ് ഇൻഹെറിറ്റൻസിന്റെ മീനിങ്. The child will take refuge in a fantasy world. അവൻ റിയൽ വേൾഡിൽ അവൻ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ അവൻ അവിടെ നിന്ന് റിഫ്യൂജ് ചെയ്യുന്നത് എവിടേക്കാണ്, ഫാന്റസി വേൾഡിലേക്കാണ്. A world that he finds more preferable than real world. അവന് ഈ ഫാന്റസി വേൾഡ് ആയിരിക്കും റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ. അവന് കൂടുതൽ ഇഷ്ടവും ഏതായിരിക്കും, ഫാന്റസി വേൾഡ് ആണ്. സാധാരണ കുട്ടികൾക്ക്, ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് അത്രയും ഡീവിയേഷൻ ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് നോർമലായി, കാരണം പഠിക്കുകയൊക്കെ ചെയ്യും, നല്ല കുട്ടിയാണ്, നോർമലായി. വർക്കും കാര്യങ്ങളും കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് നോർമലായി. പക്ഷേ എപ്പോഴാണ് ഇതൊരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത്? ആദ്യം സാധാരണ കുട്ടികൾ അവരുടെ ഇമാജിനേറ്റീവ് ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്യില്ലേ, അത് നോർമലാണ്. എല്ലാ കുട്ടികളും പാവക്കുട്ടീനെയും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതായിട്ടോ അവർ കാണുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കളിക്കും, അത് നോർമലാണ്. അത് കഴിഞ്ഞ് എപ്പോഴാണ് അതൊരു ഡീവിയേഷൻ ആയിട്ട് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ പറയുന്ന 2 പോയിന്റ്സ് അവരിലുണ്ടെങ്കിൽ അത് ഡീവിയേഷന് കാരണമാകുന്നു. 2 points to know if this is a deviation. അതൊരു ഡീവിയേഷൻ ആണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം, നോക്കാം. If the child cannot tell the difference between fantasy and reality, കുട്ടിക്ക്
ഫാന്റസി ഏതാണ് റിയാലിറ്റി ഏതാണ് എന്ന് ഡിഫറൻസ് പറയാനായിട്ട് പറ്റുന്നില്ല, പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അതെന്താണ് ഡീവിയേഷനിലേക്ക് ആ കുട്ടി ഡീവിയേറ്റഡ് ആയി. If the child uses the world of fantasy as means of escape instead of a game, അവൻ എന്ത് ചെയ്യുന്നു, ഒരു ഗെയിമോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കൊടുക്കുമ്പോ അവൻ അപ്പൊ തന്നെ പറയും അവന്റെ ഫാന്റസി അല്ലെങ്കിൽ അവന്റെ ഫാന്റസി വേൾഡിലേക്ക് അവൻ എസ്കേപ്പ് ചെയ്യുന്നു. എനിക്ക് കളിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുട്ടന്റെ ഒപ്പം പോയിട്ട് വേണം കളിക്കാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ കുഞ്ഞുട്ടന്റെ ഒപ്പം പോയിട്ട് കളിക്കണം എന്ന് അവൻ പറയുകയാണെങ്കിൽ അതെന്താണ്, അവൻ ആ റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഫാന്റസി വേൾഡ് ആണ് കാര്യം. അപ്പോ അങ്ങനെ ആവുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും, ആ കുട്ടി ഡീവിയേറ്റഡ് ആണ് എന്ന് മനസ്സിലാവും. സാധാരണ എല്ലാ കുട്ടികളും ഡീവിയേറ്റഡ് ആണെന്നല്ല, അപ്പൊ ഇമാജിനേറ്റീവ് ആയിട്ട് കുട്ടികൾ ടോയ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കും, അത് നോർമൽ ആണ്. അത് ഡീവിയേഷൻ ആവുന്നത് അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് റിയൽ എന്താണ് ഫാന്റസി എന്നുള്ളത് കുട്ടിക്ക് ഒട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കുട്ടി ഡീവിയേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ടു റിസോൾവ് ദിസ്, നമുക്കത് സോൾവ് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമുക്ക് നോർമൽ ചൈൽഡ് ആക്കി മാറ്റണം. ദ ടീച്ചർ വിൽ സെൻറ്റർ ഓൺ വാട്ട് ടു ഡു അറ്റ് ഹോം, നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ദ ടീച്ചർ മേ റെക്കമെൻഡ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ദ ചൈൽഡ് കുഡ് ഡു അറ്റ് ഹോം, എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് വീട്ടിൽ ചെന്നിട്ട് കുട്ടി ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചർ നോട്ട് ചെയ്ത് വിടും. അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് കൂടുതൽ ടൈമും അവർ ഈ റിയൽ വേൾഡിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡിന്റെ കേസിലാണെങ്കിൽ അവർ കൂടുതൽ ടൈമും റിയൽ വേൾഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എന്താണ് ആ ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള ടൈം നമ്മൾ കൊടുക്കരുത്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക, മോണ്ടിസോറി എൻവയോൺമെന്റിലാണ് ആ കുട്ടിയെങ്കിൽ അവന് പെട്ടെന്ന് ഡീവിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, പെട്ടെന്ന് അവൻ ഫാന്റസി വേൾഡിലേക്ക് പോകും. അങ്ങനെ ഒരു അവസരം വരുത്താനേ പാടില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ഓരോ വർക്ക് കഴിയുമ്പോഴും അടുത്തടുത്ത വർക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡീവിയേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ലേ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആക്ടിവിറ്റി തരും അല്ലെ, അതേപോലെ ചുമ്മാ പറഞ്ഞ വായിച്ചു വെക്കട്ടാ, സൈക്കിക് ഫ്യൂഗ് വായിച്ചു വെക്കേ. ക്ലിയർ ആയോ ഫ്യൂഗ്? ഓക്കെ, നെക്സ്റ്റ് ആണ് സൈക്കിക് ബാരിയർ കേട്ടോ. ഈ സൈക്കിക് ബാരിയർ കൂടുതലായിട്ട് കുട്ടികൾ കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട് ഗെറ്റ് ലവ്, സ്നേഹം കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ അറ്റൻഷനോ അഫെക്ഷനോ ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികളിലാണ് ഈ സൈക്കിക് ബാരിയർ നമ്മൾ കണ്ടുവരുന്നത്. ഈ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, റിയൽ വേൾഡ് ആയിട്ട് സൈക്കിക് ഫ്യൂഗ് പോലെ തന്നെയാണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. അവന്റെ റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിൽ ഒരു തടസ്സം എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാരിയർ, ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കും, ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു വോൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് റിയൽ വേൾഡ്, അത് ഫാന്റസി വേൾഡ്. ഈ റിയൽ വേൾഡിൽ അവന് കിട്ടുന്ന ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അവൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അവനത് ഇഷ്ടമായില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, അപ്പൊ തന്നെ റിയൽ വേൾഡ് റിജക്ട് ചെയ്തിട്ട് അവന്റെ ഫാന്റസി വേൾഡിലേക്ക് പോകും. അവൻ റിയൽ വേൾഡിൽ എന്തൊക്കെ തടസ്സങ്ങളും അവന്റെ ലൈഫിൽ വന്നാലും അവൻ അപ്പൊ തന്നെ എന്ത് ചെയ്യും,
അവൻ ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കുട്ടികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നല്ല പാടാണ്. കാരണം സൈക്കിക് ബാരിയർ ഉള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സൈക്കിക് ഫ്യൂഗ് ആണെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡീവിയേഷനും കാര്യങ്ങളും. സൈക്കിക് ബാരിയർ റൈറ്റ് ടൈമിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയെങ്കിൽ അതിന്റെ പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റിയൽ വേൾഡില് ലവും അറ്റൻഷനും അഫക്ഷനും കാര്യങ്ങളൊന്നും കിട്ടാത്ത കുട്ടികളാണ് ഈ ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. അവന് റിയൽ വേൾഡിൽ കിട്ടുന്ന ഡിസപ്പോയിന്റ്മെന്റ് കാര്യങ്ങളും കൊണ്ടാണ് കൂടുതൽ ടൈമും ആ റിയൽ വേൾഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് അവന്റേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവന്റെ ആ ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ടൈമിൽ അത് കണ്ടെത്താണെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമുക്ക് നെഗറ്റീവ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനും അവന് നമുക്ക് നോർമൽ ചൈൽഡ് ആക്കാനും പറ്റും. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നതിലൂടെ അവന് കോൺസെൻട്രേഷനും കാര്യങ്ങളും കൂടുതലും കോൺസെൻട്രേഷൻ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നു. അവന് ഈ റിയാലിറ്റി തന്നെ നിലനിർത്താൻ, നമ്മുടെ റിയൽ വേൾഡിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ അവൻ ആ ഒരു മൈൻഡ്, അവന്റെ ആ ഒരു ഫാന്റസി വേൾഡ് പതിയെ പതിയെ എന്തായിട്ട് മാറും, അത് ആ ഒരു ഡീവിയേഷൻ ഡിസപ്പിയർ ആയിട്ട് മാറും. നമുക്ക് നോക്കാം. സൈക്കിക് ബാരിയർ എന്ന് പറയുന്ന തടസ്സമാണ് ട്ടാ. അവന്റെ മനസ്സിൽ തന്നെ അവന്റെ റിയൽ വേൾഡും അവന്റെ ഫാന്റസി വേൾഡും തമ്മിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഈസ് വെൻ എ ചൈൽഡ് erect a barrier between him and the world. അവനും അവന്റെ വേൾഡും തമ്മിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. The child feels so disappointed in the way he has been treated. അവനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ അവനെ എങ്ങനെയാണോ റിയൽ വേൾഡിൽ ട്രീറ്റ് ചെയ്യുന്നത് അത് അവനൊട്ടും ഇഷ്ടമല്ലായിരിക്കും, ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. The child goes from a fantasy world to the rejection of the real world. അപ്പോ ഈ കുട്ടി എന്തുകൊണ്ടാണ് ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്? അവൻ റിയൽ വേൾഡിൽ അവന് കിട്ടുന്ന റിജക്ഷനും കാര്യങ്ങളും കൊണ്ടാണ് അവൻ കൂടുതൽ ടൈം എവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നത്? ഫാന്റസി വേൾഡിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയാണ്, ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിള് ഒരു കുട്ടി, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവന് സിംഗിൾ പാരന്റ് ആണ്. ഇപ്പൊ അച്ഛൻ മാത്രമേ അവന്റെ കൂടെ ഉള്ളൂ എന്ന് വിചാരിക്കും. അച്ഛൻ എപ്പോഴും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവനാണെങ്കിൽ അച്ഛനൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, പാർക്കിൽ പോകണം, കളിക്കണം, സാധാരണ നോർമൽ കുട്ടികൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും ചെയ്യണം എന്നൊക്കെ അവൻ എന്തുണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവന് ആ ഒരു കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, അവന്റെ മൈൻഡിൽ ഒരു റിയൽ വേൾഡ്, ഒരു ഫാന്റസി വേൾഡ്, റിയൽ വേൾഡ് പോലെ തന്നെയുള്ള ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ അവന് അച്ഛനവനെ കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ടും കൂടുതൽ ടൈം അവന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് അവൻ എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്യും. അവന്റേതായ മനസ്സിൽ അവൻ തന്നെ ഇമാജിൻ ചെയ്ത് കൂട്ടും. അപ്പോ അത് അവന് ആ റിയൽ വേൾഡിൽ ആ ഒരു അഫക്ഷനും കാര്യങ്ങളും കിട്ടാതെ വരുമ്പോഴാണ് അവൻ എങ്ങോട്ട് പോകുന്നത്, ഈ ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. ആൻഡ് പ്ലേസ് ഒബ്സ്റ്റക്കിൾസ് അഗെയിൻസ്റ്റ് ദിസ് എൻവയോൺമെന്റ്. ഒരു തടസ്സം അങ്ങോട്ട് എന്ത് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യാണ്, ഈ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യാണ്. He does not get help at right time. കറക്റ്റ് സമയത്ത് അവർ ആ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഹിസ് പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ്. അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാവും, റിട്രെയിൻഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ മന്ദഗതിയിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ സൈക്കിക് ഫ്യൂഗ് പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ബാരിയർ, ഡീവിയേഷൻ ആണ് ഏത്, സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി സൈക്കിക് ബാരിയർ, എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ?
മാം ആ, ഇത് പറഞ്ഞോളാം. ഡ്രൈവിംഗ് ഫീൽഡിന്റെ കൂടെ തന്നെ ഉള്ള ഒരു ഇതല്ല സംഭവം അല്ലത് ആ, സൈക്ലിക് കൂടുതലായിട്ട് വേരിയന്റ്. അതെ, കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബ്രൈറ്റ് ചിൽഡ്രനിലാണ്. അത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഓരോ കുട്ടികളും ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമേ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാനത്. ഇനി നെക്സ്റ്റ് ആണ് അറ്റാച്ച്മെന്റ് കേട്ടോ. അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് മെയിൻ കാരണം ആരാന്നറിയാവോ? കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവനെ കൊണ്ട് ഒരു വർക്കും ചെയ്യിപ്പിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും അവനെ എല്ലാം ഏറ്റവും കാര്യങ്ങൾ അവന് ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട് വീട്ടില്. ആരാണ്? അമ്മമാരാണ് മെയിൻ ആയിട്ട് കുട്ടീനെ ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യിക്കാതെ ഇൻഡിപെൻഡന്റ് ആക്കാൻ വളർത്തുന്നതിന് മെയിൻ കാരണം ആരാണ്? അമ്മമാരാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു അമ്മ ആവാൻ പാടില്ല. അത് നിർബന്ധമാണ് ട്ടാ. നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യിപ്പിച്ച് അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്തണം. ഇത്രയും നാള് അവര് എങ്ങനെയാണോ എന്ന് നമ്മൾ നോക്കണ്ട. അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ കുഞ്ഞു കുട്ടിയാകുമ്പോൾ മുതൽ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിച്ച് അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം. അത് നിർബന്ധമാണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന പ്രശ്നം എപ്പോഴാണ് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ മാരേജ് ആൺകുട്ടികളുടെ കേസിലാണല്ലേ ഈ ഓവർ അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത്. നമ്മൾ പെൺപിള്ളേരുടെ കേസിലാണെങ്കിൽ അമ്മമാർക്ക് വലിയ കൺസിഡറേഷൻ ഒന്നുമില്ല. നമ്മളോട് പറയും ജോലി ചെയ്തോ, കാരണം നാളെ നീ വേറൊരു വീട്ടിൽ പോയി ജോലി ചെയ്യണ്ടേ, നീ ജോലി ചെയ്തോ, ഇതൊരു കേട്ടിരിക്കുന്നല്ലേ. പക്ഷെ ഈ ആൺപിള്ളേരുടെ കേസിൽ അമ്മമാർ കുറച്ചും കൂടി പോസസീവ് ആണ്. പോസസീവ് അല്ല, അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അവർക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. ഒരു ഗ്ലാസ്സിൽ വെള്ളം വേണമെങ്കിൽ, എന്ത് കാര്യം, സോക്സ് വേണമെങ്കിൽ പോലും ഇത്ര വലുതായാൽ പോലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടായിരിക്കും അമ്മ അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, നോക്കിയിരിക്കുന്നത്. പെട്ടെന്നായിരിക്കും കുറച്ച് വലുതായെന്ന് വിചാരിക്കുക നമ്മൾ എന്തെങ്കിലും കല്യാണാലോചിക്കും, ഒരു പെൺകൊച്ചായിട്ട് ലൈഫിലേക്ക് വരുന്നു. അവന് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത പോലെ അവന് ആ കുട്ടി ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും അല്ലെ. അവൾ എനിക്കത് ചെയ്തു തന്നില്ല, അവളെനിക്ക് ചായ ഇട്ട് തന്നില്ല, അവളെനിക്ക് ഫുഡ് റെഡി ആക്കി തന്നില്ല, അങ്ങനെ കംപ്ലൈന്റുകൾ തുപ്പിടും ഇല്ലേ. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യവും എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ വന്ന വീട്ടിലെ സാഹചര്യം തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫുൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പെൺപിള്ളേര്, 3 സ്ത്രീകളാണ്. എന്ന് വെച്ചാൽ ഞാൻ, എന്റെ അനിയത്തി, അമ്മ, പിന്നെ അച്ഛനാണ് ഉള്ളത്. അപ്പൊ ഞാൻ കുറച്ച് വലുതായതിനു ശേഷം മുതൽ കാണുന്നത് അച്ഛന്റെ കാര്യങ്ങൾ സ്വയമേയാണ് ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. ഇപ്പൊ അച്ഛന്റെ ഡ്രസ്സ് ആയാൽ പോലും അച്ഛൻ സ്വയമേ വാഷ് ചെയ്യുന്നു. അച്ഛന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു. എനിക്ക് വാഷ് ചെയ്യേണ്ടത് എന്റെ ഡ്രസ്സുകൾ മാത്രം ഞാൻ വാഷ് ചെയ്താൽ മതി. അച്ഛൻ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് പോയി ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റും കാര്യങ്ങളും അച്ഛൻ തന്നെ കഴുകി വെക്കുന്നു. ഇത് കണ്ടു വളർന്നു വന്ന് ഞാനാണ്. ഇതാണ് ഞാൻ കണ്ടു വളർന്നു വന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങളെല്ലാം, പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, അച്ഛനും ജോലിക്ക് പോകുന്നു. അപ്പൊ എല്ലാവരും അവരവരുടെ വർക്കൊക്കെ ബിസിയാണ്. അവരവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും സ്വയമേ ചെയ്യുകയാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ 2 പേരും വളർന്നു വന്നത്. പക്ഷെ ഞാൻ വന്ന വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തിരിച്ചാണ്. വെച്ചാൽ അമ്മ ഒരാൾ മാത്രമേ ഉള്ളൂ, അച്ഛൻ, ഹസ്ബൻഡ്, പിന്നെ ഹസ്ബൻഡ് അനിയൻ. ഇവര് 3 പേരും ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വയമായിട്ട് എടുത്ത് കഴിക്കാത്ത ആൾക്കാരാണ്. ഞാൻ വരുന്ന സമയത്ത് സ്വയമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എന്ത് ചെയ്യില്ല, അവര് എടുക്കില്ല. എന്നുവെച്ചാൽ എല്ലാ കാര്യം അമ്മ ചെയ്തു കൊടുക്കും. ഫുഡ് ആയാലും എന്തായാലും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും, അമ്മ ചെയ്തു കൊടുക്കും. ആദ്യം എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ പുതുതായിട്ട് വന്നൊരു സാഹചര്യം, ഒരു വീടല്ലേ, നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി. പിന്നീട് ഇങ്ങനെ കുറച്ചുകൂടി ടൈം കഴിഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. അധികം ഗ്യാപ്പ് ഇല്ലാതെയാണ് എനിക്ക് സെക്കൻഡ് ബേബി വന്നത്. അപ്പൊ അധികം ഗ്യാപ്പ് വെച്ച് 2 ഇയേഴ്സിന്റെ ഗ്യാപ്പേ അവർ തമ്മിലുള്ളൂ. സോ ഞാൻ രണ്ടാമത്തെ ആള് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അമ്മ ഒരു പ്രാവശ്യം, അമ്മ കളക്ഷൻ ഏജന്റ് ആണ്, കോപ്പറേറ്റീവ് ബാങ്കില് കളക്ഷൻ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മ ഒരു പ്രാവശ്യം കളക്ഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റി. 2 കൈയും ഒടിഞ്ഞു. പ്ലാസ്റ്റർ ഇട്ട് 2 കൈയും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 2 കൈയും അങ്ങനെ ഇരിക്കുകയാണ്. 2 കൈയും അനങ്ങാൻ പറ്റുന്നില്ല. മൂത്ത ആളാണെങ്കിൽ 2.5 വയസ്സ്, 2.5 വയസ്സായിട്ടില്ല, 2 വയസ്സ്. മൂത്ത ആൾക്ക് 2 വയസ്സ്, ഇളയ ആൾക്ക് 54 57 ദിവസമായിട്ടുള്ളൂ. ഈ ടൈമിലാണ് അമ്മയ്ക്ക് ഇങ്ങനെ പറ്റുന്നത് കേട്ടോ. അപ്പോ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അനങ്ങാൻ പാടില്ല.
അപ്പൊ എന്താണ് ഞാനാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഇവരാരും ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. രാവിലെ എഴുന്നേക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഓക്കെ അതൊക്കെ നോർമലാണ്. പക്ഷെ ഇവര് കണ്ടൊരു മാറ്റമാണ് ആ സമയത്ത്. അവർക്ക് തന്നെ മനസ്സിലായി, കാരണം എന്നെ കൊണ്ട് ഒക്കെ പറ്റുന്നില്ല. കുട്ടികളെ രണ്ടുപേരെയും നോക്കണം, വീട്ടിലെ ജോലിയും അതൊക്കും കാര്യങ്ങളും ഒന്നും പറ്റുന്നില്ല. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് അവർക്ക് 3 പേർക്ക് മനസ്സിലായി. ഈ 3 പേരും പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛനോ അനിയനോ എന്ത് ചെയ്യും, 2 കുട്ടികളെ മാറി മാറി നോക്കും. അച്ഛൻ നോക്കും, ഹസ്ബൻഡ് അച്ഛൻ ഇളയ ഭാവനെ കയ്യിലെടുത്തോണ്ട് നിന്നോളും. അവനെ ആരെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി, അവന് വേറെ പ്രശ്നമൊന്നുമില്ല, അവന് ഒപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ളൂ. രണ്ടാമത്തെ ആളാണെങ്കിൽ നടക്കുന്ന പ്രായം, എന്റെ പുറകെ വാലായിട്ട് നടക്കും. അപ്പോ അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അലക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും തുണിയൊക്കെ വിരിക്കുന്ന സമയത്താണെങ്കിൽ അച്ഛനും അനിയനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിക്കും. പാത്രം വാഷ് ചെയ്യുന്നതാണെങ്കിൽ അവർ സ്വയമേ അവര് കഴിച്ച പാത്രങ്ങൾ അവർ തന്നെ സ്വയമേ കഴുകാനൊക്കെ തുടങ്ങി. എന്റെ വർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞു. എന്ന് വെച്ചാല് ഞാൻ ആദ്യം ഒരാഴ്ച എന്താ പറയാ ഇപ്പൊക്കെ വരച്ചെങ്കിൽ അത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. റിയാലിറ്റിയാണ്. കാരണം വീട്ടിലെ എല്ലാ ജോലിയും കൂടി എന്നെ കൊണ്ട് ഒരാൾക്ക് പറ്റില്ല. 2 പിള്ളേരുള്ളതുകൊണ്ടാണ്, മുമ്പായിരുന്നെങ്കിൽ ചെയ്താന്. പക്ഷെ 2 പിള്ളേരും കൂടി വന്നാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവർ ഫുൾ എൻജോയ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. കാരണം എന്താണ്, അമ്മ ഇതുവരെ ഒരു ഗ്ലാസ് പോലും അമ്മന എന്ത് ചെയ്യിച്ചിട്ടില്ല, കഴിപ്പിച്ച് വെച്ചിട്ടില്ല. മക്കളെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ വിഷമം, ഈ കൈ എന്നായിരിക്കും. എനിക്ക് തോന്നുന്നു 1.5 മാസം 2 മാസത്തോളം കൈ അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോർമലായി. കാരണം വീണ്ടും അതിലെ ചിഹ്നലും കാര്യങ്ങളും ഇത് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. അങ്ങനെ 1.5 മാസം 2 മാസത്തിനുള്ളിൽ കണ്ടു വെട്ടിയത്. അത് കഴിഞ്ഞ് അമ്മ അവിടെ പോലെ പഴയ പോലെ ആയി. അമ്മ കുക്കിങ്ങിനൊക്കെ കയറി കഴിഞ്ഞപ്പോ അടുക്കളയിലൊക്കെ ആരും കേട്ടില്ല, സ്വയം ചെയ്തോളാം, വേറെ ഒരാളും ചെയ്യണ്ട. പക്ഷെ അച്ഛനും അനിയനും വീണ്ടും പഴയ പോലെ തന്നെയായി. അമ്മ ശീലിപ്പിച്ചു, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും. അമ്മ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇപ്പൊ ഞാനാണെങ്കിലും എനിക്കും എല്ലാ കാര്യങ്ങളും അമ്മയെ ചെയ്തു തരുന്നത്. ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമോ അങ്ങനെയൊന്നുമില്ല. വെച്ചാല് ഇപ്പൊ പാചകം ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മ ചെയ്യണം, ആ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ്. നമ്മളോട് കംപ്ലൈന്റ് ഒന്നും പറയും, നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമോ ഒന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ രീതിയിൽ അമ്മയ്ക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ അമ്മ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. വീട്ടിലെ ഫാമിലിക്ക് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ അമ്മയുടെ ടേസ്റ്റാണ് ഇഷ്ടം. അത് വേറെ കാര്യം. പക്ഷെ എന്റെ ഹസ്ബൻഡ് മാറിയിട്ടോ. ഹസ്ബൻഡ് ശരിക്കും മാറി. കാരണം ഞാനിപ്പോ അലക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കൊണ്ടുവന്ന് മുകളിൽ വെക്കാൻ പറഞ്ഞു. ടെറസിലാണല്ലോ നമ്മൾ വിരിക്കുന്നത്. അങ്ങനെ ആദ്യമൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആളിറങ്ങിപ്പോരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആൾ തന്നെ സ്വയമേ എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് വേണ്ടി ചെറിയ ചെറിയ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു 3 പേർക്ക് മാറ്റം വരുത്താൻ എനിക്ക് പറ്റിയില്ല, ആ ഒരാൾക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റി. അപ്പോ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഈ അമ്മമാരാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് കൂട്ടുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം, കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള പാരന്റ്സ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ കുട്ടി ഇൻഡിപെൻഡന്റ് ആവാനുള്ള അവസരങ്ങൾ അവരെന്ത് ചെയ്യാണ്, തടസ്സപ്പെടുകയാണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു തമാശക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ എന്റെ മോൻ 2ാമത്തെ ആൾ ആൺകുട്ടിയാണ്, ഞാൻ പറയാം എന്റെ മോനെ കൊണ്ട് ഞാൻ എല്ലാ വർക്കുകളും സ്വയമേ ചെയ്യിക്കും. ഇത് തമാശയ്ക്കാ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടിയാണല്ലോ, അപ്പൊ നീ അവളെ കൊണ്ട് ചെയ്യിക്കില്ല, അവളല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മൂത്താളെ പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഇല്ല, 2 പേരും ഒരേപോലെയാ ചെയ്യുന്നത്. അവനെ കൊണ്ട് പറ്റുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ അവൻ സ്വയമേ ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ അവനെ ശീലിപ്പിച്ചതല്ല കേട്ടോ. നീ പറഞ്ഞില്ലേ, അവൻ നടന്നൊക്കെ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഇങ്ങനെ വാഷ് ചെയ്യാൻ വിചാരിക്കും. പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചുറ്റും എവിടെയെങ്കിലും വല്ല പാത്രങ്ങളോ ഗ്ലാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ കൊണ്ടുവന്ന് വെക്കും, എന്റെ അടുത്ത് കൊണ്ടുതരും. ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിന്റെ അച്ഛനും അനിയനൊന്നും പ്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ടേബിൾ മേന്ന് എടുക്കില്ല. ഇവൻ എന്ത് ചെയ്യും, ആ ടേബിൾ മേന്ന് പോയി ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ അവനോട് പറയും താങ്ക് യു പറയും. താങ്ക് യു എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു എന്താണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് താങ്ക് യു പറയുമ്പോൾ അവനും ഹാപ്പി ആയിട്ട് ഇങ്ങനെ കൈയും കൊട്ടി അങ്ങനെ പോകും. എന്ന് വെച്ചാൽ അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവനത് ചെയ്തോട്ടെ എന്ന് പറയും. എന്ന് വെച്ചാൽ ചെറിയ ടാസ്ക് ആണെങ്കിൽ പോലും അവരവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിക്കണം കേട്ടോ. നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്നുള്ള ഡിഫറൻസ് ഒന്നും വേണ്ട. അവർക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കൊടുക്കുക, അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക. എന്നുവെച്ചാല് ജസ്റ്റ് കുഞ്ഞു കുട്ടികളാണെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് വയ്ക്കാനായിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ടിഫിൻ ബോക്സും
നമ്മളുടെ ലഞ്ച് ബോക്സും അത് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാനായിരിക്കും. അത് മതി. ഞാൻ മോളോട് പറയും, മോളോട് ആദ്യം 2 പ്രാവശ്യമൊക്കെ ആണോ അങ്ങനെ ഉണ്ട്. ആ മോളോട് ഞാൻ ആദ്യം 2 പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, കുഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആ പാത്രം കൊണ്ടുവന്ന് അവിടെ വെക്കാൻ പറഞ്ഞപ്പോ ആദ്യമൊക്കെ അമ്മ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ആൾക്കൊന്ന് അമ്മ നോക്കി കണ്ട് എടുത്ത് വെച്ചാ പോരെ, ആ കുട്ടിനെ കൊണ്ടാണോ ചെയ്യിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ പറഞ്ഞൊരു ഒരാഴ്ച ഞാൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഓർമ്മയില്. പക്ഷെ പിന്നീട് അവളത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞങ്ങള് ക്ലാസ് കഴിഞ്ഞ് വരുന്നു, ബാഗ് അവളുടെ ഡ്രസ്സൊക്കെ സ്വയമേ മാറ്റുന്ന പോലെ തന്നെ അവളെ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും തിരിച്ച് അവിടെ എവിടെ കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഞാൻ രാവിലെ അത് റെഡി ആക്കുമ്പോൾ അത് അവള് തന്നെ എടുത്ത് ബാഗിൽ വെക്കുന്നു, പോകുന്നു. സോ നമ്മൾ കുട്ടികളെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ചെയ്യിക്കണം. ഒരു മിനിറ്റ്, സഞ്ജന എന്തോ പറയുന്നുണ്ട്. സഞ്ജന ടൈപ്പ് ഫുള്ളും വായിക്കാനുള്ള ടൈം ഇല്ലടാ, പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റാത്തോണ്ട് ഞാൻ ടെക്സ്റ്റ് ആയിട്ട് അയച്ചത്. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ഞാൻ വായിച്ചോളാം. കാര്യമാണ്, നമ്മളുടെ ഇമാജിനേഷൻ ആണ്. നമ്മളില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളില്ലെങ്കിൽ എന്താവും, അയ്യോ അങ്ങനെ ഒന്നുമില്ല. നമ്മളില്ലെങ്കിലും അവർ നോർമലി കാര്യങ്ങളും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ പോയി തുടങ്ങും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഫാമിലി സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഫുൾ കുട്ടികളെ കൊണ്ട് അറ്റാച്ച്മെന്റ് ഒക്കെ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ചെറുതായിട്ട് അറ്റാച്ച്മെന്റ് ഒക്കെ കുറച്ച് വരുന്നത് നല്ലതായിരിക്കും. കാരണം അവരെ കൊണ്ട് സ്വയമേ ചെയ്യിച്ച് നമ്മൾ അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം. ഒന്ന് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും കുറച്ചുകൂടി ഫ്രീ ആവും അല്ലെ. അവരവരുടേതായ വർക്കും കാര്യങ്ങളൊക്കെ അവർ സ്വയമേ ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കും വേണ്ട കുറച്ച് പേഴ്സണൽ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് അഫെക്ഷൻ വേണ്ട, വാത്സല്യം വേണ്ട, സ്നേഹിക്കരുത്, അങ്ങനെയൊന്നല്ല പറയുന്നത്. ഓവർ അറ്റാച്ച്മെന്റ് വേണ്ട എന്നുള്ളത്. അറ്റാച്ച്മെന്റ് ഓക്കെയാണ്, ഓവർ അറ്റാച്ച്മെന്റ് ആവാൻ പാടില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം അറ്റാച്ച്മെന്റ് എന്താന്ന്. It does not refers to natural love and affection between the child and parent, but refers to the situation where the parents, normally the mother, make the child become depend on them. എല്ലാ കാര്യത്തിനും അമ്മനെ ഡിപ്പെൻഡ് ചെയ്ത് അമ്മമാരാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, വഷളാക്കുന്നത്. These children are very docile because they cannot resist the strong influence of adult. ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനുസരണമുള്ള കുട്ടികളായിരിക്കും. പാരന്റ്സിനോട് ഭയങ്കര അനുസരണമുള്ള, അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ കുട്ടികളുടെ ക്യാരക്ടർ ഉണ്ടാവും. ശരിക്കും പറഞ്ഞ പാരന്റ്സിന് അത്യാവശ്യം പേടിയൊക്കെ ആയിരിക്കും. അതേപോലെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ആയിരിക്കും അഡൾട്ടിന്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഈ കുട്ടിയുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. The mother will not allow to be independent. ആ കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഒരു കാരണവശാലും അമ്മ എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. ആൻഡ് ഓവർ ഷാഡോ ദീസ് ചിൽഡ്രൻസ്. ഈ കുട്ടികളെ അമ്മ എപ്പോഴും ഓവർ ഷാഡോ ചെയ്തുകൊണ്ടേയിരിക്കും. ദ പാരന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ദർ പേഴ്സണാലിറ്റി ഫോർ ദ ചൈൽഡ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. നമ്മളിപ്പോ ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആ കുട്ടീനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ കുട്ടിയുടെ പാരന്റ്സിനോട് എങ്ങനെയാണോ സംസാരിക്കുമ്പോൾ അവരെന്തായിരിക്കും ആ സാഹചര്യത്തിൽ പെരുമാറാം, അതേപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ പെരുമാറ്റം, കുട്ടിയുടെ പെരുമാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദ ചൈൽഡ് വിൽ കോൾ ഫോർ അറ്റൻഷൻ. ഈ കുട്ടി നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ആദ്യം കുട്ടി എന്ത് ചെയ്യും, അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ നമ്മളോട് പറയും. എന്താ പറയാ, ഫുഡ് കഴിക്കില്ല, ടീച്ചർ ഇപ്പൊ ഭക്ഷണം തരണം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മളുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ വരുമ്പോ the teacher should grant freedom of these kind of children. ഈ കുട്ടികൾക്ക് ശരിക്കും റിയൽ വേൾഡിൽ എന്ത് കിട്ടുന്നില്ല, ഫ്രീഡം കിട്ടുന്നുണ്ടോ? അവർ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല. No, ma'am.
ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ടീച്ചർമാർ എന്ത് ചെയ്യണം, അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവർക്ക് എന്താണോ റിയൽ വേൾഡിൽ കിട്ടാത്ത കാര്യങ്ങൾ അത് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ദ ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചൈൽഡ്. അവരെ അറ്റൻഷന് വേണ്ടി കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സെർവ് ഒന്നും ചെയ്യണ്ട. അവര് ആദ്യം അവര് ഇങ്ങനെ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വേണമെന്ന് സീക്കുകയും പിന്നീട് അവർ നോർമൽ ആയിട്ട് മാറും. ഗീവ് ദ ചിൽഡ്രൻ ഓൾ ദ ഫ്രീഡം ദേ റിക്വയർ. അവരെ ഫ്രീഡം, ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻ. പിന്നീട് ഇനിഷ്യലി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തോ ഫ്രെയിം? ഓക്കെ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസ്. ഈ ചില കുട്ടികൾക്ക് സ്വയം ബട്ടൺസ് പോലും അവർക്ക് വിയർ ചെയ്യാനായിട്ട് അറിയാത്ത കുട്ടികളാണ്. സോ അതെന്തുകൊണ്ടാണ് ഈ പാരന്റ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ച് അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് സ്വയമേ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ നമ്മള് ഈ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് ബട്ടൺസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, ഈ ബട്ടൺസും കാര്യങ്ങളും ഇടാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ഡേ അമ്മ വാ ഞാൻ ബട്ടൺസ് ഇട്ടരാ എന്ന് പറയുമ്പോ ആ കുട്ടി പറയും, നോനമ്മ എനിക്കറിയാം, എന്നെ പഠിപ്പിച്ചു, എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചു ബട്ടൺസ് ഇടാൻ ഇങ്ങനെയാണ്, കണ്ടോ ഞാൻ ഇത് ശരിയല്ലേ എന്ന് അവൻ ചോദിക്കും. അവൻ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും അവൻ ചെയ്യുമ്പോൾ അവൻ അമ്മനോട് ചോദിക്കും, ഞാൻ ചെയ്തത് കണ്ടോ, ഞാൻ ചെയ്തത് ശരിയല്ലേ? കാരണം എന്താണ്, അവൻ ഇൻഡിപെൻഡന്റ് ആകും. അപ്പൊ നമ്മളെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികളെ കൂടുതൽ ഫ്രീഡവും കാര്യങ്ങളും കൊടുത്ത് കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത അറ്റാച്ച്മെന്റ്. എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ അറ്റാച്ച്മെന്റ്? അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ 3 ഡീവിയേഷൻസും റീഡ് ചെയ്തിട്ട് വരണം. ഡീവിയേഷൻ ആയതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്, കാരണം നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ നെക്സ്റ്റ് ഡീവിയേഷൻസ് പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയർ, ലൈക്ക് ചിലപ്പോൾ 2 ക്ലാസ് കൊണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോ ഈ വീക്കില് ചിലപ്പോ നാളെയും കൂടി എന്റെ ക്ലാസ് ആയിരിക്കും. ചിലപ്പോ നെക്സ്റ്റ് തേഴ്സ്ഡേ അശ്വതി മിസ് എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പൊസസീവ്നെസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. അറ്റാച്ച്മെന്റ് പോലെ തന്നെ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് പൊസസീവ്നെസ്. ഈ വാശിയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് നേടിയെടുക്കും എന്നൊക്കെ പറയുന്നത് വെച്ചാല് അവൻ ഏത് മാർഗം സ്വീകരിച്ചും അത് നേടിയെടുക്കും, അവൻ വിചാരിച്ച കാര്യം നേടിയെടുക്കുമെന്ന്. അത് മുതിർന്നവരെ കുറിച്ച് നമ്മൾ പറയും. പക്ഷെ ചെറിയ കുട്ടികളിലുള്ള വാശികൾ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അവർ എന്ത് വാശി പിടിച്ചാലും അതെല്ലാം സാധിച്ചു കൊടുക്കുന്ന പാരന്റ്സ് ആണ് അതിന് കാരണം. പിന്നീട് അവര് അത് തിങ്ക് ചെയ്യില്ല, കാരണം അവർ എപ്പോഴും നമ്മളുടെ സൊസൈറ്റി മുതിർന്നവരെയാണല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മുതിർന്നവർ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, മുതിർന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അവൻ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവൻ വളർന്നു വരുന്ന ആ ഒരു ഇത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു സ്റ്റേജസുകൾ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിൽ മാറ്റം വരുത്താണെങ്കിൽ നമുക്ക് നല്ല നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കൊണ്ട് വരാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? അതിനെ പറഞ്ഞു. Good morning, everyone. Today, I am very pleasure to deliver the sign out for today's class. First, I would like to tell a heartful thanks to our Aparna ma'am for conducting
today's class and share a lot of information about deviated children. And then I would like to extend my thanks to my classmates for your active participation and also for joining here. Today, once again, thank you everyone and have a nice day. Thank you, ma'am. Thank you all. ma'am.